ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗോ പുഡിങ്ങാണ്. ഇത് മാങ്ങയുടെ സീസണാണല്ലോ, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണ്. ഇതൊരു കേക്കല്ല, പകരം പുഡിങ്ങാണ്. ഇത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ബദാം, കുറച്ച് കശുവണ്ടി, അതേപോലെ കുറച്ച് പിസ്തയും കൂടി നമ്മൾ ഇത് പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ പൊടിച്ച് വന്നിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാങ്ങയാണ്. 2 മാങ്ങ നമുക്കിതേപോലെ തൊലി കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേമാതിരി 2 മാങ്ങയും നമുക്ക് ഉള്ളിലെ പൾപ്പെല്ലാം എടുക്കാം. നിങ്ങൾക്ക് ആവശ്യം പോലെ എടുക്കാം. അധികം വേണമെങ്കിൽ കുറച്ച് മാങ്ങ കൂടുതലെടുക്കാം. ഇതിനേക്കാളും ഇരട്ടി സാധനങ്ങൾ എടുത്താൽ മതി. ഇനി 2 വലിയ ടീസ്പൂണ് പഞ്ചസാരയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയെല്ലാം നമ്മൾ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ജാറടച്ച് നമുക്ക് ഈ മാങ്ങ അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയാണ് 1 കപ്പ് പാല് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള സ്വാദിഷ്ടമായ റെസിപ്പി കൂടുതൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പാലൊഴിച്ച് നല്ലവണ്ണം നമുക്ക് അടിച്ചെടുക്കാം. നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ ഇതും അടിച്ച് വന്നിട്ടുണ്ട്. ഇതേമാതിരി നമ്മൾ അടിച്ചെടുക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കോൺഫ്ലവർ നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് കലക്കിയെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. കട്ടയൊന്നും കൂടാണ്ട് നല്ലപോലെ കലക്കിയെടുക്കാം. ഇതേ പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കാം. ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ പൾപ്പ് ഇതിലെല്ലാം ഇട്ട് നമുക്ക് നല്ല പോലെ ഇളക്കി ഒരുവിധം കട്ടിയായി വരുന്നത് വരെ നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് വന്നിട്ട് നമ്മൾ ചൂടായി വരുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ച് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് ഇതേമാതിരി ഇളക്കി കൊടുത്ത് ഇതിനെ നല്ലോണം തിള വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കേണ്ട. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കോൺഫ്ലവറും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം കൂടി നമുക്ക് ഇളക്കി കൊടുക്കണം. 2-3 മിനിറ്റും കൂടി നമ്മൾ ഇതിൽ നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സ് പൗഡർ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 ടീസ്പൂണ് അതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതേ പരുവത്തിൽ നമ്മൾ ഇതിനെ കുറുക്കിയെടുക്കണം. മാങ്ങ തന്നെ ആകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് രുചി കിട്ടില്ല. നമ്മൾ നട്ട്സ് പൗഡറും കൂടി ഇടുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നാരങ്ങനീര് ഒഴിച്ച് നമുക്ക് നന്നായി ഇളക്കി പാത്രത്തിലാക്കാം. ഇതിനു വേണ്ടി വേറെ പാത്രം മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള ടിഫിൻ ബോക്സ് ആയാലും മതി. ഇതേപോലെ അതിൽ നിറച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 4 മണിക്കൂർ നേരം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അത് ഫ്രീസറിൽ വെക്കേണ്ട, സാധാരണ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സാധാരണ അങ്ങനെ 4 മണിക്കൂർ ആയി നമ്മൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച് നമ്മൾ ഇതിൻ്റെ സൈഡെല്ലാം നമ്മൾ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് വേഗം വിട്ട് കിട്ടും. അതേപോലെ തന്നെ പുറത്ത് 2 തട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മാംഗോ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതൊരു കേക്ക് പരുവത്തിലാക്കി നമുക്ക് എടുക്കാം. ഇനി ഞാൻ ഇത് പൊടിച്ച് നട്ട്സുകളെല്ലാം പൊടിച്ച പൊടിയാണ്. ഈ പൊടി നമുക്ക് സൈഡിലൊക്കെ ആക്കി നമുക്ക് നല്ല പോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ നല്ലതായിരിക്കും കാണാനും കഴിക്കുവാനും. ഇത് എല്ലാ പ്രായക്കാർക്കും വളരെ നല്ലതാണ് കഴിക്കാൻ. നല്ലൊരു തണുപ്പോടുകൂടി നമ്മളിത് മുറിച്ച് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റായിരിക്കും.
ഇത് വീട്ടിൽ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതേപോലെ തന്നെ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.